ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബാങ്ക് എക്സാംസിന് വേണ്ടി നമുക്ക് എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കാം, അല്ലേ? പലർക്കും ഒരു കൺഫ്യൂഷനാണ് ഈ പറയുന്ന ന്യൂസ് പേപ്പർ ഞങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷേ പ്രോപ്പർ രീതിയിലാണോ എല്ലാവരും ബാങ്ക് എക്സാംസിന് വേണ്ടി ന്യൂസ് പേപ്പർ വായിക്കുന്നത്? നമുക്ക് ന്യൂസ് പേപ്പർ ഓഫ് കോഴ്സ് നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? നമുക്ക് നോളജ് കിട്ടാൻ വേണ്ടി. അതും ഒരു ബാങ്കിങ് ആസ്പിറൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു ഏരിയ ആണ് ന്യൂസ് പേപ്പർ. നമുക്ക് വേറെ വലിയ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് റെഫർ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു നോട്ട് നമുക്ക് റെഫർ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂസ് പേപ്പർ പ്രോപ്പറായിട്ട് വായിക്കുക, മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ SSC RRB ബാങ്കിൻ്റെ എല്ലാം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊട്ടാരക്കര, കാലിക്കറ്റ്, കൊല്ലം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പ്ലസ് ഇപ്പോൾ ഒരിടത്തും കൂടെ ഉണ്ട്, തൃശ്ശൂരും കൂടെ ഉണ്ട്. അങ്ങനെ 5 സ്ഥലങ്ങളിൽ നമുക്ക് SSC RRB ബാങ്കിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു സാമ്പിൾ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതിപ്പം ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ട ബാങ്ക് എക്സാംസിന് വേണ്ട മെറ്റീരിയൽ അല്ലെങ്കിൽ കോണ്ടൻറ്റ് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നാണ്. ഓക്കെ, ഈ ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷിയല്ല, കുറേ പക്ഷികൾ കിട്ടും. ഏതൊക്കെ പക്ഷികളാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വൊക്കാബ്. ഓക്കെ, നമ്മുടെ വൊക്കാബുലറി നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ആദ്യത്തെ പക്ഷി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ പാർട്ട്. അതിപ്പോൾ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ പാർട്ട് സെറ്റാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പക്ഷി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രാമറാണ്. ഓക്കെ, ഗ്രാമർ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ നിന്ന്, അതും നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങും മാറും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വെടിക്ക് 3 പക്ഷികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതും ഒരു ബോണസ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയും റിലാക്സ്ഡ് മോഡ് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിരിക്കും. കാരണം നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ ഇന്ന പെർട്ടിക്കുലർ ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു വേർഡിങ്സും ആ ഒരു രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ അതിൽ നമ്മൾ സെറ്റ് ആവുകയാണ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാലും ഇതെന്താ സിമ്പിൾ എന്ന് തോന്നും. കാരണം നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ആയിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽക്കും അതുക്കും അപ്പുറം നമ്മൾ പോകത്തില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഏത് ന്യൂസ് പേപ്പറാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മുടെ നോർമൽ മലയാളം ന്യൂസ് പേപ്പറിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണ്ട. ഓക്കെ, ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് എഡിഷനുണ്ട്, അത് വേണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഇതെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്, നല്ലതാണ്. അതിൽ നിന്നൊക്കെ ആർട്ടിക്കിളിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസും പാസേജസും ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അല്ലാണ്ട് ഒരു ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നു, വേറൊരു ദിവസം ഹിന്ദു വായിക്കുന്നു, അങ്ങനെ വേണ്ട. ഇതിൽ ഒരെണ്ണം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ? യെസ്, ഹിയർ വി ബിഗിൻ. ഓക്കെ, ബാ നോക്കാം. A judge on Monday ruled that Google's ubiquitous search engine has been illegally exploiting its dominance to squash competition and stifle innovation in a seismic decision that could shake up the internet and hobble one of the world's best known companies. Okay, അപ്പോൾ ഒറ്റയടിക്ക് വായിക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് ചുമ്മാ അങ്ങ് വായിച്ചു നോക്കും, ഏകദേശം നമുക്കൊരു മീനിങ് ഒക്കെ കിട്ടും. നമ്മൾ പിന്നെ അങ്ങ് ന്യൂസ് അല്ലേ, അങ്ങ് വായിച്ചങ്ങ് പോകും, അല്ലേ? ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ജഡ്ജ് ഓൺ മൺഡേ. ആദ്യം തന്നെ ഒരു ജഡ്ജാണ്. ഓക്കെ, ഏതോ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്. അപ്പോൾ ഒരാളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് എന്ത് കൊടുത്തു? എ കൊടുത്തു. നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പം, അല്ലേ, സിംഗുലർ പർപ്പസ് വരുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ്? ഒരു ജഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എ ജഡ്ജ് എന്ന് വന്നു. ഓക്കെ, എ ജഡ്ജ് ഓൺ മൺഡേ. ഡേ ഏതാ പറഞ്ഞിരിക്കുന്നത്? മൺഡേ. ഏത് ഡേ ആയിക്കോട്ടെ, പ്രൊപ്പോസിഷൻ ഓൺ. ഓക്കെ, എന്താ വിശേഷങ്ങൾ ഏതും ആയിക്കോട്ടെ, കലണ്ടർ മനോരമ തന്നെ എന്ന് പറയാറില്ല, അതുപോലെ തന്നെ ഡേ ഏതും ആയിക്കോട്ടെ, പ്രൊപ്പോസിഷൻ ഓൺ ആണ്. ഓക്കെ, ഓൺ മൺഡേ. ഇനി എന്താണ്?
A judge on Monday ruled that Google's ubiquitous search engine, okay, ആദ്യം തന്നെ അവിടെ ആ സ്പെല്ലിങ് ഒന്ന് നോക്കിക്കേ, യുബിക്വിഷ്യസ്, യുബിക്വിഷ്യസ്, യുബിക്വിഷ്യസ് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉള്ള ഓൾ ഓവർ ഗ്ലോബൽ എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിളുടെ സെർച്ച് എൻജിൻ, ഓക്കെ, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അല്ലേ, AI വരുന്നത് വരെ നമ്മൾ ഗൂഗിൾ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒന്നാണ് ഗൂഗിളുടെ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ യുബിക്വിഷ്യസ്, അപ്പോൾ ഒരു മീനിങ് കിട്ടിയേ, ഓൾ ഓവർ അല്ലെങ്കിൽ ഓംനി പ്രസൻറ്റ് എന്ന് പറയാം, ഗ്ലോബൽ എന്ന് പറയാം, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. അപ്പോൾ മീനിങ് കിട്ടിയ ഓൾ ഓവർ. ശരി, ഇനി സ്പെല്ലിങ്ങും കൂടെ നോക്കുക. യുബി ക്വിറ്റ്, യുബി എന്ന് എഴുതുക, യുബി പിന്നെ ക്വിറ്റ്, പിന്നെ OUS. ഓക്കെ, യുബിക്വിഷ്യസ്. ഓക്കെ, ശരി. അപ്പോൾ സ്പെല്ലിംഗ് പഠിച്ചേ. സെർച്ച് എൻജിൻ ഹാസ് ബീൻ ഇല്ലീഗലി എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്സ് ഡോമിനൻസ്. ഓക്കെ, അപ്പോൾ സെർച്ച് എൻജിനാണ് അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് വേർബ് സിംഗുലർ ആയിട്ട് ഹാസ് എന്ന് കൊടുത്തത്. സബ്ജക്റ്റ് സിംഗുലർ, വേർബ് സിംഗുലർ, അതുകൊണ്ടാണ് ഹാസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡോമിനൻസ്, അതിൻ്റെ ഡോമിനൻസ്. അവിടെ അപ്പോസ്ട്രോഫി ഉണ്ടോ? ഇല്ല, അതിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ അപ്പോസ്ട്രോഫി ഇല്ല. അടുത്ത ഡോമിനൻസിൻ്റെ സ്പെല്ലിംഗ് കൂടെ നോക്കിക്കോ. ഡോമിനൻസ്, ANCE ആണ്, കണ്ടോ, AN ആണ്, ഡോമിനൻസ്. ഇതൊക്കെ സ്പെല്ലിംഗ് കൂടെ നോക്കുക. സ്പെല്ലിംഗ് എറേഴ്സും ബാങ്കിനകത്ത് എറേഴ്സ് ആയിട്ട് വരാം. ടു സ്ക്വാഷ് കോമ്പറ്റീഷൻ ആൻഡ് സ്റ്റിഫിൽ ഇന്നോവേഷൻ. സ്ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ? ചിലതൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് നമ്മളങ്ങനെ വെറുതെ അങ്ങ് നോക്കി അങ്ങ് പോകും. ചിലത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുക. സ്ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മൾ എന്താ പറയുക, പ്രസ് ചെയ്യുക എന്നാണ്. സപ്രസ് ചെയ്യുക, ക്രഷ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ കോമ്പറ്റീഷനെ എന്ത് ചെയ്യണം, അതിനങ്ങ് ക്രഷ് ചെയ്യണം, ഇടിച്ച് പരത്തി എന്നുള്ള. ഇനി ആൻഡ് സ്റ്റിഫിൽ ഇന്നോവേഷൻ, സീസ്മിക് ഡിസിഷൻ. സ്റ്റിഫിൽ ഇന്നോവേഷൻ എല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് ഉൾപ്പെടെ നിങ്ങൾ നോക്കിക്കണം കേട്ടോ. വായിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലോട്ട് വരണം. സ്റ്റിഫിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ചോക്കിയ, അതായത് ഇടിച്ച് നിരപ്പാക്കി ഒരു ശ്വാസം മുട്ടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി സീസ്മിക് ഡിസിഷൻ, എന്ത് ഡിസിഷനിലോട്ട് നമ്മൾ എത്തിക്കണം? സീസ്മിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസ്മിക് എർത്ത്ക്വേക്കുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ. അതുപോലെ നമ്മൾ ട്രെമ്പിൾ ചെയ്യിപ്പിക്കണം, എന്താണ്, പേടിപ്പെടുത്തണം എന്നുള്ളൊരു ഇതിൽ. അപ്പം മൺഡേ ആയപ്പോൾ ഒരു ജഡ്ജ് പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞത്? ഗൂഗിളുടെ സെർച്ച് എൻജിൻ ഇല്ലീഗലായിട്ട് അതിൻ്റെ ഡോമിനൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കോമ്പറ്റീഷനെ ഇടിച്ച് തരിപ്പണമാക്കുന്നു, ഇന്നോവേഷനെ ഇതുപോലെ തന്നെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഒരു എല്ലാവരെയും ഷേക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിസിഷനിലോട്ട് എന്താണ് വന്നിരിക്കുന്നത്? ദാറ്റ് കുഡ് ഷേക്ക് അപ്പ് ദി ഇൻ്റർനെറ്റ് തന്നെ ഫുൾ. ഇപ്പം റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ അല്ലേ, ട്രേഡിങ് ക്രാഷായി. അപ്പം അത് ഫുൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രീനെ അത് കുലുക്കിയിട്ടുണ്ട്. ആ ഒരു സെൻസാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. In a seismic decision that could shake up the internet and hobble one of the world's best known companies. Okay, hobble spelling നോക്കിയാണേ. hobble എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ അതിന് കരകയറാൻ പറ്റാത്ത രീതിയിൽ, അതായത് ചിലരിപ്പം മുടന്തി നടക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു പട്ടീനെയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിങ്ങനെ മുടന്തി നടക്കത്തില്ല. അപ്പോൾ അതുപോലത്തെ ഒരു മൊത്തത്തിൽ കുലുക്കിയിട്ടുണ്ട്. ആരെ? വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് നോൺ കമ്പനീസ്. വൺ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനെയാണ് പറയുന്നത്, ഒരു ഗ്രൂപ്പിൽ നിന്നാണ് പറയുന്നത് കണ്ടോ. കമ്പനി അല്ല, കമ്പനീസ് ആണ്. വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് നോൺ കമ്പനീസ്. ചിലർ വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ കമ്പനി എന്ന് പറയും. അല്ല, കാരണം നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് നോൺ കമ്പനീസ് എന്ന് പറയുന്നത്. അവിടെ കമ്പനി അല്ല, കമ്പനീസ് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ചു. എത്ര നേരം എടുത്തു നോക്കിക്കേ, ഇത്രയും സാധനം ഒരൊറ്റ സെൻറ്റൻസ് വായിക്കാൻ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ വായിക്കാൻ. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇതുപോലെ സമയം എടുക്കും, സാരമില്ല. ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം വായിക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ പോലും ആയിരിക്കും, ചിലപ്പോൾ ഒരു ആർട്ടിക്കിളുടെ ഒരു പാരഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. സാരമില്ല, തുടക്കത്തിൽ അങ്ങനെയാണ്. ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ തുടങ്ങുമ്പം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. ഇപ്പോൾ എഡിറ്റോറിയൽ തന്നെ ആദ്യം വായിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ, സ്പോർട്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവീസ് എൻ്റർടൈൻമെൻറ്റ് ആണോ, അങ്ങനെ എക്കണോമിക്സ് ആണോ, ഏതാണോ ബിസിനസ്, നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള
ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് വായിച്ച് തുടങ്ങുക. പതിയെ പതിയെ മേ ബി ഒരു 2 weeks ഒക്കെ കഴിയുമ്പോൾ അതൊന്ന് സെറ്റാവും. എന്നിട്ട് എഡിറ്റോറിയലിലോട്ട് പോവാം. ആ പേപ്പറിൻ്റെ വേർഡ്സും ഒരു റൈറ്റിംഗ് സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ മാത്രം എഡിറ്റോറിയലിലോട്ട് പോവാം. പിന്നെ മേക്ക് ഷുവർ യു റീഡ് ദി എഡിറ്റോറിയൽ റെഗുലർലി, അത് പ്രോപ്പറായിട്ട് തന്നെ വായിക്കാം. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില വൊക്കാബ്സും ഒക്കെ കാണും. അപ്പോഴത്തേക്ക് നമുക്ക് മൈൻഡ് സെറ്റാണ്. എന്നിട്ട് ചുമ്മാ ഇത് റാൻഡമായിട്ട് വെറുതെ വായിച്ചങ്ങ് പോകാണ്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തും കൂടെ വെക്കുക. വൊക്കാബ്സ് ആയിക്കോട്ടെ, സ്പെല്ലിംഗ് ആയിക്കോട്ടെ, എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടുപിടിക്കുന്ന ഗ്രാമറും. അപ്പോൾ ഇങ്ങനെ ഗ്രാമർ കണ്ടുപിടിക്കണമെങ്കിൽ ഇനിഷ്യലി ഗ്രാമർ അറിഞ്ഞിരിക്കണം, മനസ്സിലായി? അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ ബാച്ച് ദിശയിലുണ്ട്. അപ്പം ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് ആയിട്ടേ ഉള്ളൂ, എന്നാലും ജോയിൻ ചെയ്യാം. അറൗണ്ട് 1 month ആവുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗ്രാമറും നമുക്ക് കുറച്ച് അത്യാവശ്യം അറിയാമെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് The highly anticipated decision issued by US District Judge Amit Mehra comes nearly a year after the start of a trial pitting the US Justice Department against Google in the country's biggest antitrust showdown in a quarter century. Okay. The highly anticipated decision. Okay. Okay. What kind of decision? Anticipated. എത്രത്തോളം ആൻറ്റിസിപ്പേറ്റഡ് ആണ്? ഹൈലി ആൻറ്റിസിപ്പേറ്റഡ്. ആ ഹൈലി എന്ന് പറയുന്നത് അവിടെ ഒരു അഡ്വേർബാണ്. അതും ഓരോന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡിസിഷൻ നൗൺ ആണ്. നൗണിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഡിസിഷൻ എന്ന് ചോദിക്കുമ്പം ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഇനി അഡ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്യുന്ന ആളാരാണ്? അതാണ് ഹൈലി. ആ ഹൈലി എന്ന് പറയുന്നത് അഡ്വേർബാണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ആൻറ്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, നമ്മളെല്ലാം പ്രോബബിൾ എന്ന് വിചാരിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ഡിസിഷൻ issued by US District Judge, okay, comes nearly a year after the start of a trial pitting the US Justice Department against Google in the country's biggest antitrust showdown in a quarter century. ഓക്കെ, അപ്പോൾ ഈ ഡിസിഷൻ തന്നെ വരുന്നത് എപ്പോഴാണ്? 1 വർഷത്തിന് ശേഷം. അതും ഈ ട്രയൽ തുടങ്ങിയതിന് ശേഷം, അത് 1 വർഷത്തിന് ശേഷം എന്നതാണ്. ഓക്കെ, പിറ്റിയ എന്ന് പറഞ്ഞാൽ എതിരായിട്ട്. ആർക്കെതിരായിട്ടാണ്? US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് എതിരായിട്ട്. അതും എന്താണ് ചെയ്യുന്നത്? US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗൂഗിളിനെതിരായിട്ട്. അങ്ങനെ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് 1 വർഷത്തിന് ശേഷമാണ്. ഓക്കെ, ഇങ്ങനെയൊരു നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അതും ആർക്കെതിരായിട്ടാണ്? രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള ഗൂഗിളിന് എതിരായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആൻറ്റിസിപ്പേഷൻ്റെ വേണമെങ്കിൽ മീനിങ് നോക്കാം. പിന്നെ അവിടെ അഡ്വേർബ് ആണെന്ന് മനസ്സിലായി. പിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ, എഗൻസ്റ്റ് ആയിട്ട് എന്നുള്ളൊരു മീനിങ്ങിൽ. അങ്ങനത്തെ വൊക്കാബ്സ് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വൊക്കാബ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ആൻറ്റി ട്രസ്റ്റ് അതെന്താണ്? എന്തോ ഒരു നെഗറ്റീവ് വേർഡാണെന്നറിയാം അല്ലേ? അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ലോ ആക്ഷൻ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഇൻ എ ക്വാർട്ടർ സെഞ്ചുറി. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് വേറെ ഇല്ല, പക്ഷെ നമുക്ക് ആ മീനിങ്സ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്. After reviewing reams of evidence that included testimony from top executives at Google, Microsoft and Apple during last year's 10-week trial. Okay, Mr. Mehta issued his potentially market-shifting decision 3 months after the two sides presented their closing arguments in early May. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. ഓക്കെ, സോ ആഫ്റ്റർ റിവ്യൂയിങ് റീംസ് ഓഫ് എവിഡൻസ്. റീംസ് സ്പെല്ലിംഗ് നോക്കിക്കോണേ. റീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഷീറ്റുകൾ എന്നാണ്. അത്രയും ഒരു എന്താ പറയുക, പേപ്പറോ അല്ലെങ്കിൽ അത്രയും ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഗ്രീഷ്മയുടെ ഇഷ്യൂ അറിയാമല്ലോ അല്ലേ?
കഷായം ഗ്രീഷ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അത്രയും റീംസ് ഓഫ് എവിഡൻസ് ഉണ്ടായിരുന്നു, അത്രയും പേപ്പേഴ്സ്, അത്രയും ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു മീനിങ് ആണ്. അത്രയും ഡോക്യുമെൻറ്റ്സ്, ഒരു ബണ്ടിൽ എന്നുള്ളൊരു മീനിങ് ആണ് റീംസ് ഓഫ് എവിഡൻസ്. എവിഡൻസിന് പ്ലൂറൽ ഇല്ല, എവിഡൻസ് എന്ന് തന്നെയാണ്. അതാണ് റീംസ് ഓഫ് എവിഡൻസ് പറയുക, എവിഡൻസസ് എന്ന് പറയത്തില്ല. റീംസ്, ബണ്ടിൽസ് എന്നൊക്കെ നമുക്ക് പറയാം, പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ എവിഡൻസസ് എന്ന് പറയത്തില്ല. അപ്പോൾ ഇത് എന്തൊക്കെയാണ് റിവ്യൂയിങ് റീംസ് ഓഫ് എവിഡൻസ്? അതിനകത്ത് എന്തൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡഡ് ടെസ്റ്റിമണി ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ഈ എവിഡൻസ് എവിടെ നിന്നൊക്കെയാണ് അവർ കളക്ട് ചെയ്ത്? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ആൻഡ് ആപ്പിൾ ഡ്യൂറിങ് ലാസ്റ്റ് ഇയേഴ്സ് 10-week ട്രയൽ. കഴിഞ്ഞ വർഷത്തെ, ഈ അപ്പോസ്ട്രോഫി എസ് എന്താ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ എന്ന മീനിങ് ആണ്. ലാസ്റ്റ് ഇയേഴ്സ്, കഴിഞ്ഞ വർഷത്തെ 10-week ട്രയലാണ്. അതിനവിടെ 10 weeks വരാത്തത്? അതൊരു സിംഗിൾ വേർഡാണ്. ഇങ്ങനെ ഹൈഫൻ വരുന്ന നൗൺസ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് 10-week ട്രയൽ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, ആ സെയിം സാധനത്തിന് ദ ട്രയൽ ലാസ്റ്റഡ് ഫോർ 10 weeks, അങ്ങനെ എനിക്ക് പറയാം. മനസ്സിലായോ? ദ ട്രയൽ ലാസ്റ്റഡ് ഫോർ 10 weeks, അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. ദ ട്രയൽ ലാസ്റ്റഡ് ഫോർ 10 weeks, അങ്ങനെ എനിക്ക് പറയാം. പക്ഷേ ഇത് സിംഗിൾ വേർഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ ആയിട്ട് കൊടുക്കുന്നത്. 10-week ട്രയൽ, 4-star റേറ്റിംഗ്. മനസ്സിലായോ? അതുപോലെ മിസ്റ്റർ മേത്ത ഇഷ്യൂഡ് ഇസ് പൊട്ടൻഷ്യലി മാർക്കറ്റ് ഷിഫ്റ്റിംഗ് ഡിസിഷൻ. എന്താണ്? 3 months ആഫ്റ്റർ ദ 2 sides presented their closing arguments in early May. അപ്പോൾ എന്താണെന്നുള്ളതില്ല, പക്ഷേ ഇതിന് ശേഷമാണ്, അതായത് രണ്ട് ഭാഗവും അവരുടെ ക്ലോസിങ് ആർഗ്യുമെൻറ്റ്സ് അവർ ഏർലി മെയിൽ അവർ പ്രസൻറ്റ് ചെയ്തതാണ്. അതിന് ശേഷമാണ് പുള്ളി ഡിസിഷൻ ഇഷ്യൂ ചെയ്തത്. രണ്ട് കൂട്ടരും, വാദിഭാഗവും പ്രതിഭാഗവും രണ്ട് കൂട്ടരും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷമാണ്, അവരുടെ ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷമാണ്, ഒരു 3 മാസത്തിന് ശേഷമാണ് മിസ്റ്റർ മേത്ത ഈ പറഞ്ഞ ഡിസിഷൻ ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗ്രാമർ കം വൊക്കാബ്. പിന്നെ ഇതൊക്കെ ഫില്ലേഴ്സ് ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ആഫ്റ്റർ റിവ്യൂയിങ് ഡാഷ് ഓഫ് എവിഡൻസ്, റീംസ് ഓഫ് എവിഡൻസ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പല ഓപ്ഷൻസ് തരാം. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അടുത്തത് ഓക്കെ, നെക്സ്റ്റ്. ഇത് വായിക്കേണ്ടവർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ മേജർ സെറ്റ്ബാക്ക് ഫോർ ഗൂഗിൾ and its parent Alphabet Inc., which had steadfastly argued that its popularity stemmed from consumers' overwhelming desire to use a search engine so good at what it does that it has become synonymous with looking things up online. Google search engine currently processes an estimated 8.5 billion queries per day worldwide, nearly doubling its daily volume from 12 years ago, according to a recent study released by the investment firm Bond. Okay, it represents a major setback for Google and its parent. It's അതിൻ്റെ എന്നുള്ളതുകൊണ്ടാണ് അവിടെ അപ്പോസ്ട്രോഫി കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് പാരന്റ് എന്ന് വരും. which had steadfastly argued that. ഓക്കെ, അവിടെ ഒരു പുതിയ വേർഡ് നമുക്ക് കിട്ടി കേട്ടോ. പുതിയ വേർഡ് എപ്പോൾ കണ്ടാലും ഒന്ന് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. എന്താ, ഫോണിലൊരു ഓഫ്ലൈൻ ഡിക്ഷണറി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലും മതി, പ്രശ്നമില്ല. സ്റ്റെഡ്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടും ചേഞ്ച് ഇല്ലാതെ കമ്മിറ്റഡ് ആയിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് പോപ്പുലാരിറ്റി സ്റ്റെംഡ് ഫ്രം കൺസ്യൂമേഴ്സ് ഓവർവെൽമിങ് ഡിസയർ. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ. പ്രത്യേകം ഓർത്തോണേ, ഇപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ആണെങ്കിൽ നമുക്ക് കൺസ്യൂമർ, ഓക്കെ, കൺസ്യൂമറിൻ്റെ ഒരു ബുക്ക് എന്ന് പറയണമെങ്കിൽ കൺസ്യൂമേഴ്സ് ബുക്ക് എന്ന് വേണേൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കൺസ്യൂമറിൻ്റെ ആണെങ്കിൽ കൺസ്യൂമേഴ്സ് ബുക്ക് എന്ന് പറയാം, അപ്പോസ്ട്രോഫീസ് കൊടുക്കാം. ഇവിടെ കൺസ്യൂമേഴ്സ് ആണ്, പ്ലൂറലാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് കൺസ്യൂമേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ അവസാനം അപ്പോസ്ട്രോഫി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ പലർക്കും ഡൗട്ടാണ്, ഇതെന്തായത്? പിന്നെ ചുമ്മാ അങ്ങ് വായിച്ചു വിടും. ചിലരത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ച് പോകുന്നവരുണ്ട്. മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ. കൺസ്യൂമേഴ്സ്, ആ എസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു അപ്പോസ്ട്രോഫി ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു എന്താണ്? ടു യൂസ് എ സെർച്ച് എൻജിൻ. 2ൻ്റെ കൂടെ എപ്പോഴും V1 ഫോം യൂസ് ചെയ്യാം. ഓക്കെ, 2ൻ്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോം യൂസ് ചെയ്യാം. 2ൻ്റെ കൂടെ V1 ഫോം യൂസ് ചെയ്യാം. ടു യൂസ് എ സെർച്ച് എൻജിൻ സോ ഗുഡ് അറ്റ് വാട്ട് ഇറ്റ് ഡസ്. ഓക്കെ, അത്രയ്ക്ക് നല്ലതാണ് അത് ചെയ്യുന്ന. എന്താണോ അതിൻ്റെ ജോലി അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. that it has become synonymous with looking things up online. അപ്പോൾ നമുക്ക്
എന്തെങ്കിലും ഓൺലൈൻ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അത്രയ്ക്കും നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒടുത്തും അല്ല നോക്കും, നമ്മൾ ഗൂഗിളിൽ അത്രയ്ക്ക് അത് സിനോണിമസ് ആയി, സിമിലർ ആയി എന്നുള്ളൊരു മീനിങ്ങാണ്. ഇനി പറയുകയാണ് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഇപ്പോൾ 8.5 ബില്യൺ ക്വയറീസ് ആണ് പെർ ഡേ ആണ്. വേൾഡ് വൈഡ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബില്യൺ ക്വയറീസ് ആണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിയർലി ഡബ്ലിങ് ഇറ്റ്സ് ഡെയിലി വോളിയം ഫ്രം 12 years ago. ഓക്കെ, എന്താണ് ഫ്രം അവിടെ വരാൻ കാരണം? ഫ്രം എന്ന പ്രൊപ്പോസിഷൻ 12 വർഷം മുതൽ ആ ഒരു മീനിങ് ആണ്. അക്കോർഡിംഗ് ടു എ റീസെൻറ്റ് സ്റ്റഡി റിലീസ്ഡ് ബൈ എപ്പോഴും ആരാണോ ചെയ്യുന്നത് ആ ആളുടെ കൂടെ നമ്മൾ ബൈ കൊടുക്കും. ഓക്കെ, ബൈ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ബോണ്ട്. ഗ്രേറ്റ്. അടുത്തത്, അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. സോറി, വീഡിയോ വായിക്കാന്നല്ല, ഈ എന്താണ് തന്നിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം. The case depicted Google as a technological bully that methodically has thwarted competition to protect a search engine that has become the centerpiece of a digital advertising machine that generated nearly $1 billion in revenue last year. Justice Department lawyers argued that Google's monopoly enabled it to charge advertisers artificially high prices while also enjoying the luxury of having to invest more time and money into improving the quality of its search engine, a lax approach that hurt consumers. ഇങ്ങനത്തെ ഒരു പാസേജ് എന്നിട്ട് അതിനകത്ത് ബ്ലാങ്ക് സ്പേസസ് വരാം, എന്നിട്ട് കറക്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വായിച്ചാലേ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഫില്ലേഴ്സായിട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വേണമെങ്കിൽ വരാം. ഇതിൽ നിന്ന് റീഡിങ് കോംപ്രിഹെൻഷൻ വേണമെങ്കിൽ വരാം. മനസ്സിലായോ? ഇതിനകത്ത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ വരാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പാസേജസ് നമ്മളൊന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ച് സെറ്റ് ആവണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ദ കേസ് ഡെപ്പിക്റ്റഡ് ഗൂഗിൾ ആസ് എ ടെക്നോളജിക്കൽ ബുള്ളി ആയിട്ട്, ഓക്കെ, ദാറ്റ് ഹാസ് മെത്തോഡിക്കലി ത്വാർട്ടഡ് കോമ്പറ്റീഷൻ ടു പ്രൊട്ടക്റ്റ് എ സെർച്ച് എഞ്ചിൻ. അതാണ് ഇപ്പോഴത്തെ സെൻറ്റർ പീസ്. അതും അവരുടെ റവന്യൂ കണ്ടോ, ലാസ്റ്റ് ഇയറിൽ അവരുടെ റവന്യൂ ആണ് ഇത്ര. എന്നിട്ടാണ് ഈ കേസ് ഗൂഗിളിനെ ഒരു ബുള്ളിയായിട്ട് കണക്കാക്കുന്നത്, ഇത്രയും റവന്യൂ കൊണ്ടുവരുന്ന ഗൂഗിളിനെ. മനസ്സിലായോ? ത്വാട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെ നടക്കുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക എന്നാണ്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോയേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് Google's monopoly enabled it to charge advertisers artificially high prices. അത് കാരണമാണ് ഇങ്ങനെ ഹൈ പ്രൈസസ് വരുന്നത്. while also enjoying the luxury of having to invest more time, money into improving the quality of its search engine. അപ്പോൾ അത് രണ്ടും ഉണ്ട്. ഓക്കെ, a lax approach that hurt consumers. ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. വൊക്കാബ്സ് ആണ്. അപ്പോൾ ചിലതിനകത്ത് ഗ്രാമർ വരാം, ചിലതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വൊക്കാബ് വരാം. അപ്പം രണ്ടും നോക്കി നോക്കുക. മെത്തോഡിക്കലി എന്ന് പറഞ്ഞാൽ വളരെ ഓർഡേർഡ് ആയിട്ട്, വെൽ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ പ്ലാൻഡ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് മെത്തോഡിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മോണോപ്പൊളി അറിയാമല്ലോ അല്ലേ, അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് മലയാളത്തിൽ പറയാം, അവരുടെ കുത്തക എന്നൊക്കെ പറയത്തില്ലേ, അത്. ശരി, നമുക്ക് ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് ഓൺലൈൻ ബാച്ചും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. ജോയിൻ ചെയ്യേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ആപ്പും ഉണ്ട്. ഓക്കെ, ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കേ, യെസ്, കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓർത്ത് ഒരു ഇതും കൂടെ ഉണ്ടെന്ന് ഓർത്ത്, ഇല്ല അതില്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒറ്റ ഒരു ആർട്ടിക്കിൾ മാത്രമാണ്. ഒരു ആർട്ടിക്കിളിലെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടോ, ഒരു കുഞ്ഞു സാധനമാണ് ഞാനിതിപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഈ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ഇത്രയാണ് അനലൈസ് ചെയ്തത് അല്ലേ. ഇതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് പതിയെ അനാലിസിസ് നടത്തുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് സെറ്റാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഇതുപോലെ വായിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ചൊക്കെ ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ.
എന്നിട്ട് ആദ്യത്തെ ഒരു 2 വീക്സൊക്കെ ഇച്ചിരി പാടായിരിക്കും, ഒരു 1 മന്തോടു കൂടി സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ബാങ്കിങ് ആസ്പിറൻസ് ആണെങ്കിൽ മസ്റ്റായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക. അതിനെക്കാട്ടിലും വലിയൊരു ഗുരു ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് കണ്ടുപിടിക്കാനും കൂടെ പറ്റണം എന്ന് മാത്രം. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ. ടേക്ക് കെയർ.